ഹലോ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ ഇതും വീക്ക് ഡേ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളോ വിശേഷങ്ങളോ ഒന്നുമില്ല. ഹോംലി മീൽസ് എൻ്റെ വീട്ടിലെ ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഹോംലി ടേസ്റ്റി ഡിഷസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡിന്നറിന് ദോശയും സാമ്പാറുമാണ് പ്രിപ്പയർ ചെയ്തത്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ആ സെയിം സാമ്പാർ ഞാനൊന്ന് ചൂടാക്കി അതിനുശേഷം ചായ വെച്ചു. ചായ വെച്ചതിന് ശേഷം സാമ്പാർ ദോശയൊക്കെ കഴിഞ്ഞ ദിവസം കഴിച്ചതുകൊണ്ട് നമുക്ക് ഒന്ന് സാമ്പാറിൻ്റെ കൂടെ ഭയങ്കര ഫേവറേറ്റായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ചൂട് അടിച്ച പൊറോട്ട നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു. നല്ല ചൂടാണ്. അപ്പോൾ ചൂട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ സാമ്പാർ പ്രിപ്പയർ ചെയ്തത് കഴിഞ്ഞ ഡിന്നറിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നല്ല ചൂട് പൊറോട്ട, നല്ല അടിപൊളിയായിട്ടുള്ള ചൂട് പൊറോട്ടയും പിന്നെ സാമ്പാറും ചൂട് ചായയും, അതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊറോട്ട സാമ്പാർ എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. എപ്പോഴൊന്നും ട്രൈ ചെയ്യാറില്ല, എന്നാൽ ഇടയ്ക്ക് ഇതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ തോന്നുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് പൊറോട്ട സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ പൊറോട്ട മുട്ടക്കറി, അതുപോലെ തന്നെ പൊറോട്ട ബീഫ്, പൊറോട്ട ഇറച്ചിക്കറി, അങ്ങനെ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് പൊറോട്ട സാമ്പാർ എന്ന് പറയുന്നത്. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോൺ വെജ് അധികം കഴിക്കില്ലായിരുന്നു. കോളേജ് ഡേയ്സിൽ. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ഒക്കെ കൂടുതലായിട്ട് നോൺ വെജ് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ കൂടുതലായിട്ട് കോളേജിൽ വെച്ചൊക്കെ ഈ പൊറോട്ട സാമ്പാർ എന്ന് പറയുന്നത് നമ്മുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഇഷ്ട കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും ഇതായിരുന്നു കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്, പൊറോട്ടയും സാമ്പാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേനും ആ ഒരു കോളേജ് ഡേയ്സ്, ആ ഒരു നൊസ്റ്റാൾജിയ അതും ഉണ്ട്. അപ്പോൾ നല്ല ചൂട് പതപ്പിച്ച ചായ, നല്ല ചൂട് ചായയും അതുപോലെ തന്നെ 2 പൊറോട്ടയായിരുന്നു എടുത്തിരുന്നത്. ആ പൊറോട്ടയുടെ മുകളിലേക്ക് നന്നായിട്ട് സാമ്പാർ അങ്ങ് കുതിർത്തി ഒഴിച്ചു. അതിനുശേഷം എടുത്ത് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വെച്ചിട്ടില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് സാമ്പാർ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സ്ട്രോബെറി. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് ആവാറായി. അപ്പോഴത്തേനും ഇനി ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഏകദേശം ചീത്തയായി പോകുന്നതാണല്ലോ. ഈ സ്ട്രോബെറിയൊക്കെ അധിക ദിവസം വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ സ്ട്രോബെറിയൊക്കെ എടുത്ത് തീർക്കുന്നത്. അങ്ങനെ കുറച്ച് സ്ട്രോബെറി കഴിച്ചു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാലും, ഇനിയിപ്പം സാറായ്ക്ക് സാമ്പാർ കൊടുക്കുന്നില്ല. അപ്പോൾ രാവിലെ കഴിച്ചതിൻ്റെ മിച്ചമായിട്ട് കുറച്ച് സാമ്പാറും കൂടെ ഇരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയില്ല. കാരണം ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞ് പിന്നെയും ചൂടാക്കി പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് അതിനേക്കാളും നല്ലത് നമ്മൾ എന്തായാലും കുറച്ച് ചൂടാക്കിയല്ലോ. അപ്പോൾ ആ ബാലൻസ് ഇരുന്നതും കൂട്ടി ഉച്ചയ്ക്കത്തെ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ദോശയും സാമ്പാറും. അപ്പം രാവിലെ എന്ന് പറയുന്നത് ദോശയും പൊറോട്ടയുമാണ്. ഉച്ചയ്ക്കെന്ന് പറയുന്നത് ദോശയും സാമ്പാറും. ഇതാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സാമ്പാറെന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊരു 1-2 ദിവസം ആ സാമ്പാറിലങ്ങ് സ്റ്റക്കായി നിൽക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര ക്വാണ്ടിറ്റി വെച്ചാലും നമ്മൾ വെജീസൊക്കെ ഇടുമ്പോഴത്തേനും ആ സാമ്പാറിൻ്റെ പോർഷൻ അങ്ങ് വലുതാവും. അങ്ങനെ നമ്മൾ എത്ര കുറച്ച് ക്വാണ്ടിറ്റി സാമ്പാർ വെച്ചാലും നമ്മൾ 1-2 ദിവസം കൊണ്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ 3 നേരം തീറ്റയും കുടിയെല്ലാം സാമ്പാറിലാക്കിയാലേ ആ സാമ്പാർ തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ സാമ്പാർ അങ്ങ് തീർത്തേക്കാം, ഇനി വെച്ചേക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക്, പിന്നെ അതുമാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ഫീവറും ക്ഷീണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം അങ്ങ് വരുന്നതേ ഉള്ളൂ. അപ്പം ചോറ് കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വേറെ ഓരോരോ ഐറ്റംസ് മാറി എടുത്ത് കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിന്നറിൻ്റെ ബാക്കി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ലഞ്ചിന് ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചോറ് കഴിക്കാനുള്ള ആഗ്രഹത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ട് തോന്നുമ്പോഴേ ഞാൻ ചോറ് കഴിക്കത്തുള്ളൂ, അല്ലാതെ ചോറ് നിർബന്ധമായിട്ട് ഞാനങ്ങനെ കഴിക്കുന്ന ഒരു ആളല്ല. പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്കത്തേന് വേണ്ടി കഴിക്കാൻ എടുത്തിരിക്കുന്നത് 2 ദോശയും അതുപോലെ തന്നെ
സാമ്പാറും പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടെ കുടിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ വെക്കുന്നത് ജീരകവെള്ളമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം എടുത്തെടുത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ തണുപ്പും കാര്യങ്ങളൊക്കെ കാരണമാണ്. തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ വെള്ളം കൂടി അങ്ങ് വിട്ടു പോകുന്നത്. ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം അങ്ങ് ഓർത്തോർത്ത് കുടിച്ചോളും. അപ്പം അത് ആ ഒരു എന്താ പറയുക, മറന്നു പോകാതിരിക്കാൻ, നമ്മൾ വെള്ളം കൂടി ഒരുപാട് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് ജീരകവെള്ളം, ഇപ്പം അത് ചൂട് ജീരകവെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കാരണം ഇവിടെ നല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏരിയ വർഷാനം കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പാണ്. നോർമലി ദുബായിൽ എവിടെ ഉള്ളതിനേക്കാളും, ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കരാമ കിസൈസ് അങ്ങനെ അവിടെ ഉള്ളതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഈ സാമ്പാറിൽ ഈ പച്ചക്കായ ഉണ്ടല്ലോ, നമ്മുടെ വാഴക്കായ, സാമ്പാറിനകത്തൊക്കെ ഒരുപാട് എടുത്ത് കൂട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഞാൻ ഇടാഞ്ഞിട്ട് പോലും ഇതാ നമ്മുടെ സാമ്പാർ ഇങ്ങനെ നീണ്ട് നിൽക്കുകയാണ്. കാരണം ഇക്കൊക്കെ സാമ്പാർ കഴിച്ചാലും ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒഴിക്കത്തുള്ളൂ. ഞാനാണ് കുറച്ച് കൂടുതൽ പോർഷൻ എടുത്ത് ഒഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചത്. കാരണം നമ്മൾ കുറച്ച് കൂടുതൽ കാര്യമായിട്ട് വെക്കുമ്പോൾ വേസ്റ്റ് ആകാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേസ്റ്റ് ആകൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച്. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഡേറ്റ്സ്, അപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഡേറ്റ്സ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ഡേറ്റ്സ്. അപ്പോൾ ഡേറ്റ്സ് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ചൂട് കാപ്പി. അപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു ഗ്ലാസ്. അപ്പം ചൂടൊക്കെയാണ്, ചൂടായപ്പോഴത്തേനും നല്ല ചുക്ക് കാപ്പി കുടിക്കാൻ തോന്നി. അപ്പോൾ നല്ല ചൂട് ചുക്ക് കാപ്പിയും പിന്നെ അതിൻ്റെ കൂടെ കുറയ്ക്കാനായിട്ട് കുറച്ച് ഗ്രീൻ പീസും പിന്നെന്താ കുറച്ച് ചിപ്സും റസ്ക്കും, അങ്ങനെ കുറച്ച് ഐറ്റംസ് സ്നാക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ടും ഒരു ചെറിയ 4 മണി ചായ കുടിക്കൽ പരിപാടി. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും കൂടി സാമ്പാർ എടുത്ത് തീർത്തേച്ചതാണ്. കാര്യം ഇനി ആ സാമ്പാർ അങ്ങ് ഓടണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം കഴിക്കുന്ന എനിക്ക് ബോറടിച്ചില്ലെങ്കിലും കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നൊരു അടിപൊളി ബീഫ് കറി വെക്കാൻ പോവാണ്. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഗ്രീൻ ചില്ലി, ഗാർലിക്, ജിഞ്ചർ, 2-3 സവോള, ഒരു ചെറിയ പീസ് തക്കാളി, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. എല്ലാം സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8 ഗ്രീൻ ചില്ലിയും ഒരു പിടി ഗാർലിക്കും ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തു. അത് ഒതുക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബീഫ് കറിയും അതുപോലെ തന്നെ വെള്ളയപ്പവുമാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ എനിക്ക് രാവിലെ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്കിപ്പം ഡിന്നറിന് കുക്ക് ചെയ്ത് വെക്കാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാറാനെ സ്കൂളിൽ വിടാനായിട്ട് നമ്മൾ എണീക്കും. സാറാനെ സ്കൂളിൽ വിടാനായിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മോർണിംഗ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കിടക്കുക. തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം വീണ്ടും കിടക്കും. അപ്പം നമ്മൾ ഡിന്നറിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സുഖമാണ്, നല്ല എളുപ്പമാണ്. തീരെ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ മോർണിംഗ് കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിന്നറിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വല്ല ദോശയോ അപ്പമോ അതുപോലെ തന്നെ ഇടിയപ്പോ ചപ്പാത്തിയോ പൊറോട്ട പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സ്പീഡിൽ റെഡി ആക്കിയാൽ മതിയല്ലോ, കറി സൈഡ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മളിതാ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പിടി ഉലുവ ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ടു. അത് ഒന്ന് ചെറുതായിട്ട് വഴട്ടി അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ പോകണം. അതൊന്ന് വഴട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഇട്ട്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് തക്കാളി ഇടാം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം പിന്നീട് പൊടികൾ ചേർക്കാം, അതിനുശേഷം ബീഫ് ചേർക്കാം. അങ്ങനെ ഞാൻ ഓരോ
ഐറ്റംസ് ചേർക്കുമ്പോഴും വഴട്ടാനായിട്ട് കുറച്ച്, അതായത് അല്ലെങ്കിൽ പച്ചമണമൊക്കെ മാറാനായിട്ട് അതിൻ്റേതായ ടൈം ഡ്യൂറേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിലായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ സവോള എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് വഴണ്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ചെറിയ തക്കാളി, എന്നാന്ന് വെച്ചാൽ ഈ മട്ടനിലും ബീഫിലും ഒക്കെ തക്കാളിയുടെ ക്വാണ്ടിറ്റി ഒരുപാട് നമുക്ക് ഇക്കാക്ക് താല്പര്യമില്ല. എനിക്ക് തക്കാളി എത്ര വേണമെങ്കിൽ പോകും, പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ തക്കാളിയുടെ ആ ഒരു പുളിപ്പ് മുമ്പിൽ നിൽക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ചെറിയ തക്കാളിയാണെങ്കിൽ 1/2 പീസ് അങ്ങനെയൊക്കെ ചേർക്കാറുള്ളൂ. അതിനുശേഷം പൊടികളായിട്ട് ഞാൻ ചേർത്തത് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം അത്ര ഇട്ടതിന് ശേഷം ഞാൻ നല്ല ചൂട് വെള്ളം, ആവശ്യത്തിന് ചൂട്, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ചൂട് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം, വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ആ ബീഫുമായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് ശേഷം സവോളയുമായിട്ട് പൊടികളൊക്കെ ഒന്ന് കിടന്നു ആ പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം ബീഫ് ഇട്ട് കൊടുത്തു. ബീഫ് ഇട്ട് വീണ്ടും അത് ഒരു 10 മിനിറ്റ് കിടന്നു. അത് നന്നായിട്ട് അങ്ങ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു. അതിന് ശേഷം വിസിൽ കിടക്കാനായിട്ട് അടച്ചു വെച്ചു. നമുക്ക് ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ധൃതിയിൽ ചെയ്യണം, കുറച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇക്കാക്ക് ഓഫീസിൽ ഒക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നോൺ വെജ് ഐറ്റംസ്, വലിയ ഐറ്റംസൊക്കെ കൂടുതലും ഇപ്പം ഡിന്നറിന് തന്നെ കുക്ക് ചെയ്ത് വെക്കാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. ഞാനിപ്പോൾ കിച്ചണിൽ വെച്ച് തന്നെ സെർവ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ സാറാക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാറായ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് പിന്നെ സ്കൂളുണ്ട്. അപ്പോൾ വീക്ക് ഡേ ആണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് അതിരാവിലെ വെളുപ്പിനെ സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് 2 അപ്പവും ചുട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് ബീഫും എടുത്തിട്ട് ഒന്ന് ചൂട് ആറാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ സാറയുടെ ഡിന്നറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സാറാക്ക് കൊടുത്തതിന് ശേഷം അവളെ ഒന്ന് കിടത്തിയതിന് ശേഷം റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നമ്മൾ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം സാറയുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു, കുഞ്ഞ് കിടന്നു. അതിനുശേഷം ഇനി റിലാക്സ് ചെയ്ത് ബാക്കി പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കയറി. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൽ നിന്ന് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയായിരുന്നു നമ്മുടെ ബീഫ് കറി എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിട്ട് നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. നല്ല സ്പൈസി ആയിട്ട്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ബീഫ്. ഇത്ര സൂപ്പർ എന്ന് എടുത്തു പറയാൻ കാരണം നാട്ടിൽ നിന്ന് വറ്റിച്ച ബീഫ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുത്തുമ്മ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അമ്മച്ചി കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഇത്രയും ആർഭാടമായിട്ട് ബീഫ് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് 2 വെള്ളയപ്പം എടുത്തു. 2 വെള്ളയപ്പവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫ് കറി ഒഴിച്ചു. ഇത് എൻ്റെ ജീരകവെള്ളം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീരകവെള്ളം പല നേരമായിട്ട് അങ്ങ് തിളപ്പിച്ചിടും. രാവിലത്തേന് അത് തീരുന്ന അനുസരിച്ച് ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങ് ജീരകം ഇപ്പം തിളപ്പിച്ചിടുന്നുണ്ട്. അപ്പം വയറിനും നല്ലതാണ്. നമുക്ക് ഇപ്പം ചൂട് ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂട് വെള്ളം കുടിക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നാമതേ വെള്ളയപ്പം എൻ്റെ ഫേവറേറ്റാണ്. അപ്പം വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി നല്ല ചൂട് ടേസ്റ്റി ആയ സ്പൈസി ബീഫ് കറി ഇട്ടുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇപ്പോൾ ഇക്കായും നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാനും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തക്കാളി, സവോള, അതുപോലെ തന്നെ എല്ലാം എല്ലാം വെന്തങ്ങ് അലിഞ്ഞു. കറിയിൽ നമ്മളൊന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ അമ്മച്ചി ഒരുപാട് വേവിച്ചിട്ടല്ല ബീഫ് വറ്റിച്ച് കൊടുത്ത് വിടുന്നത്. ജസ്റ്റ് കുക്കറിൽ വെച്ചിട്ടൊന്നുമല്ല, ചെറുതായിട്ട് ഒന്ന് വേവിക്കും. വേവിച്ചതിന് ശേഷം ബാക്കി ഒരു 5-6 വിസിലെങ്കിലും കേൾക്കുന്ന പാകത്തിന് ഞാൻ ബാക്കി വിസിൽ കേൾപ്പിച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടേസ്റ്റി ഡിലീഷ്യസ് ഹോംലി മീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.